ഗാസയിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ അനിശ്ചിതത്വം ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് കാണിച്ചാണ് ബന്ദികളെ മോചിപ്പിച്ചിരിക്കുന്നത് നിർത്തിവെച്ചത്. ശനിയാഴ്ച വിട്ടയക്കേണ്ട 3 ബന്ദികളെ മോചിപ്പിക്കാതെ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ആരോപിക്കുകയാണ്. എന്നാൽ ഹമാസിന്റെ നിലപാട് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഗാസയിൽ തടവിലാക്കപ്പെട്ട എല്ലാ ബന്ദികളെയും ശനിയാഴ്ചക്കകം വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ പിൻവലിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പ്രതികരിച്ചു. ഗാസ US ഏറ്റെടുത്താൽ പലസ്തീൻ ജനതയ്ക്ക് അവകാശമുണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫോക്സ് ന്യൂസിന് അനുബന്ധിച്ച അഭിമുഖത്തിലാണ് ട്രംപിന്റെ പരാമർശം. പലസ്തീൻ ജനതയ്ക്ക് മികച്ച പാർപ്പിട സൗകര്യം അറബ് രാജ്യങ്ങളിൽ ഒരുക്കുമെന്നും ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഗാസ ഇടിച്ചു നിരത്തിയ ഇടമാണ് അവശേഷിക്കുന്നതെന്നും പൂർണ്ണമായും നിരത്തും അവിടെ ഇനി ഹമാസ് അടക്കം ആരും ഉണ്ടാകില്ല. ഗാസ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണ്. അമേരിക്ക അത് സ്വന്തമാക്കും, മനോഹരമായി പുനർനിർമ്മിക്കും ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പലസ്തീനുകാരെ കുടിയൊഴിപ്പിക്കുമെന്ന പരാമർശവുമായി ട്രംപ് എത്തിയത്.